വിവരസാങ്കേതിക വിദ്യ മേഖലയിൽ കേരളം എന്നും മുൻപന്തിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് വരുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം നമ്മൾ ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലൂടെ കൊച്ചിയിലും കാലിക്കറ്റിലും നമ്മൾ വികസിച്ചു. ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും സൈബർ പാർക്കും ഇന്ന് പ്രാവർത്തികമാണ്. പാർക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ ഒരുപാട് ബിസിനസ് കൂട്ടായ്മകളും രൂപപ്പെട്ടു. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പാർക്ക് അതിന്റെ കമ്പനികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. 600 കമ്പനികൾ ഇടം കണ്ടെത്തി. നേരിട്ടുമല്ലാതെയും 1 ലക്ഷത്തിലധികം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പാർക്കുകളിലൂടെ കേരളം വിജയം കൈവരിച്ചു. ടെക്നോ പാർക്കിന്റെ പുതിയ വികസനം ആരംഭിക്കുന്നത് ടെക്നോ സിറ്റിയിൽ നിന്നുമാണ്. നോളജ് കം ടെക്നോ സിറ്റി എന്ന പേരിലാകും പള്ളിപ്പുറത്ത് 400 ഏക്കറിൽ ടെക്നോ സിറ്റി രൂപം കൊള്ളുക. ഇതിനായി അനുവദിച്ച സ്ഥലത്ത് സർക്കാരിന്റെ പുതിയ IT കെട്ടിടവും ഉൾപ്പെടുന്നു. ഇതിനൊപ്പം കോ ഡെവലപ്പേഴ്സായി TCSഉം സൺടെക്കും ഉണ്ട്. ഇതിനു പുറമെ ചെറിയ റീജിയണൽ പാർക്കുകളും കേരളത്തിൽ പലയിടങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ചെറുകിട സംരംഭകരെ അവരുടെ പുത്തൻ ചുവടുവയ്പ്പിന് സഹായിക്കുന്നു. തുടർന്നുള്ള വളർച്ചയിൽ അവർക്ക് മേജർ IT ഹബ്ബുകളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് പാർക്കുകളിലേക്കുള്ള മാറ്റം എളുപ്പമാക്കും. പാർക്കിനെ ലോകശ്രദ്ധയിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പാർക്കിലെ അംഗങ്ങളായിട്ടുള്ള പ്രമുഖ കമ്പനികൾ തന്നെയാണ്. പാർക്കിലുള്ള 360ഓളം കമ്പനികളിൽ എല്ലാം തന്നെ പ്രത്യേക പരാമർശം അർഹിക്കുന്നവയാണ്. ഈ കമ്പനികളിൽ സർക്കാരിതര കമ്പനികളും പ്രവർത്തിക്കുന്നു. ഇതിൽ ഏറിയ പങ്കും സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനികൾ തന്നെയാണ്. വിവരസാങ്കേതിക വിദ്യയ്ക്കും അതിനെ ശാക്തീകരിക്കുന്ന പ്രവർത്തനത്തിനും കേരളത്തിന്റെ പുത്തൻ IT നയം ഊന്നൽ നൽകുന്നു. ഇത്തരത്തിൽ കേരളത്തിനെ ഒരു IT ഹബ്ബായി മാറ്റിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ പുതിയ നയം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ മുന്നിട്ടിറങ്ങിയ കമ്പനികളും അവർക്കൊപ്പം ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുമാണ് ഇവിടെയുള്ളത്. ഒരു പ്രൊഫഷണൽ പാസ് ഔട്ടിനെ മൾട്ടിനാഷണൽ ചിന്താഗതിയുള്ള ഒരു തൊഴിലാളിയായി രൂപപ്പെടുത്തിയെടുക്കാൻ പാർക്കിലെ ഒട്ടുമിക്ക കമ്പനികളും മുന്നിട്ടിറങ്ങുന്നുണ്ട്. പാർക്കിലെ കമ്പനികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഏവരും ആദ്യം പരാമർശിക്കുന്ന പേര് TCS എന്ന് തന്നെയായിരിക്കും. TCS എന്നാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യയിലെ തന്നെ സോഫ്റ്റ്വെയർ വ്യവസായത്തിന്റെ പിതാവ് TCSന്റെ സ്ഥാപകൻ ഡോക്ടർ FC കോഹ്ലിയാണ്. 1995 തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ TCS തുടക്കം കുറിച്ചത്. യഥാർത്ഥത്തിൽ പാർക്ക് നൽകിയ സൗകര്യങ്ങൾ ഡോക്ടർ FC കോഹ്ലിയെ ആകർഷിച്ചു എന്നതാണ് സത്യം. TCSന്റെ ഓഫീസ് തമിഴ്നാട്ടിൽ ആരംഭിക്കാൻ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ അനുമതി നേടിയെടുക്കാൻ കാലതാമസമുണ്ടായി. തുടർന്ന് അദ്ദേഹം ടെക്നോ പാർക്കിൽ ഇടം നേടാൻ അപേക്ഷ നൽകി. വ്യവസായ സംരംഭകരെ 100% ശുഭാപ്തി വിശ്വാസത്തോടും സഹായ മനസ്ഥിതിയോടും കൂടി കേരളത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ കോഹ്ലിയുടെ അപേക്ഷയും ബിൽഡിംഗ് പ്ലാനും ഒറ്റ ദിവസം തന്നെ പരിശോധിച്ച് അപ്രൂവൽ നൽകാൻ പാർക്കിന് സാധിച്ചു. ടെക്നോ പാർക്കിന്റെ പ്രവർത്തന ശൈലിയും കാര്യക്ഷമതയും തങ്ങളെ അമ്പരിപ്പിച്ചുവെന്ന്
കോഹ്ലി പിന്നീട് പലപ്പോഴായി പരാമർശിച്ചിട്ടുണ്ട്. TCS എന്ന ഓർഗനൈസേഷൻ കേരളത്തിൽ ആദ്യം സ്ഥാപിച്ചത് ട്രിവാൻഡ്രത്താണ്. അത് ഞങ്ങളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ് സെൻ്ററാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. അവിടെ ഇപ്പം ഇനിഷ്യൽ ലേണിംഗ് പ്രോഗ്രാമും അതിൻ്റെ കൂടെ ലീഡർഷിപ്പ് ട്രെയിനിങ്സും നടത്താറുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4000 പേര് വർഷം തോറും ഓൾമോസ്റ്റ് ലൈക്ക് വൺസ് ഇൻ 2 months 4000 പേര് അതിൻ്റെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. വർഷത്തിൽ ക്ലോസ് ടു അറൗണ്ട് 12,000 ആൾക്കാരാണ് ട്രെയിനിങ് ചെയ്ത് അവിടെ നിന്ന് പല സ്ഥലത്തോട്ടും പോകുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ ഡെലിവറി സെൻറ്റർ ഓപ്പറേഷൻസ് കേരളത്തിൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഏർലി 90s തുടങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 25 വർഷമായി. 2005 ഞങ്ങളത് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 2005 ഇൻഫോ പാർക്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫോ പാർക്കിൻ്റെ ഫെസിലിറ്റി തന്നെ വിസ്മയിലാണ് ആദ്യമായിട്ട് അത് സ്ഥാപിച്ചത്. 3 ഫ്ലോറാണ്. ഓൾമോസ്റ്റ് ഒരു 650 പേർക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാം. അവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഞങ്ങളത് കൺസോൾട്ടേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ സ്വന്തം ക്യാമ്പസ് ഇവിടെ ആയിട്ട് തുടങ്ങിയിട്ട് ജൂലൈ 2013 ഇപ്പം ക്ലോസ് ടു അറൗണ്ട് 7000 പേര് ഈ കൊച്ചിയിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അക്രോസ് വേരിയസ് ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് ഓൾസോ പല ടെക്നോളജീസും ഞങ്ങളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സെറ്റപ്പാണ്. ഇൻഫാക്റ്റ് ഇതിനകത്ത് 2 ബ്ലോക്കിലായിട്ടാണ്, ഗ്രൗണ്ട് പ്ലസ് 13ൻ്റെ 2 ബ്ലോക്കിലായിട്ടാണ് ഓപ്പറേഷൻസ് നടക്കുന്നത്. അതുകൂടാതെ ഞങ്ങൾക്ക് ഇവിടെ കഫറ്റേറിയ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പിന്നെ എംപ്ലോയീസിനെയും അസോസിയേറ്റ്സിനും ബെനിഫിറ്റായിട്ടുള്ള ജിമ്മുണ്ട്. അതുപോലെ തന്നെ കരാട്ടെ, യോഗ അങ്ങനത്തെ സെഷൻസ് എടുക്കാനുള്ള റൂംസുണ്ട്. ഒരു റിക്രിയേഷൻ സെൻ്ററുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, ഒരു വോളിബോൾ കോർട്ട്, അതുകൂടാതെ ക്രിക്കറ്റ് നെറ്റ്സ് ഇത്രയും ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മോറോർലെസ് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് ക്യാമ്പസാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ക്ലോസ് ടു അറൗണ്ട് 10,000 ആൾക്കാർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇനിയും പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇൻഫാക്റ്റ് നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഗ്രോത്താണ്, ഒരു ഫ്യൂച്ചറാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൊച്ചി കാണുന്നത്. അതനുസരിച്ച് ഞങ്ങൾ ജൂൺ 2015 ട്രിവാൻഡ്രത്തും ഡെലിവറി സെൻറ്റർ തുടങ്ങി. അവിടെ ഇപ്പം ക്ലോസ് ടു അറൗണ്ട് 500 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു പ്രസൻസാണ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമായിട്ട് കേരളത്തിലുള്ളത്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് അവർ ഓപ്പറേഷൻസ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇൻഫോ പാർക്ക്, ഇൻഫാക്റ്റ് ലൈക്ക് ഋഷികേഷ് നായർ CEO എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എട്ടിലെയും 9ലെയും 10ലെയും കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് എങ്ങനെ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ സെഷൻസ് ഓൾമോസ്റ്റ് ഒരു 101 ഗവൺമെൻറ് സ്കൂളിലും 175 എയ്ഡഡ് സ്കൂളിലും ഞങ്ങൾ സെഷൻസ് എടുത്തിട്ടുണ്ട്, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും.
കൺസൾട്ടിംഗ് സർവീസസ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന നിലയിൽ ലോകത്തിലെ തന്നെ മുൻനിര കമ്പനികളിലൊന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഒരു പ്രധാന ഗുണഭോക്താവാണ് കേരളം എന്നും പറയാം. ഇതിനാൽ തന്നെ ദേശീയ അന്തർദേശീയ തലത്തിൽ IT മേഖലയുടെ ദൈനംദിന മാറ്റങ്ങൾക്ക് TCSും കാരണക്കാരാകാറുണ്ട്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊഫഷണൽസിനെ അക്ഷരാർത്ഥത്തിൽ IT മേഖലയുടെ പ്രൊഫഷണലിസം പരിശീലിപ്പിക്കാൻ TCSന്റെ ദേശീയ കോർപ്പറേറ്റ് ട്രെയിനിംഗ് സെന്റർ ടെക്നോ പാർക്കിലെ TCSൽ പ്രവർത്തിച്ചു പോരുന്നു. പുതിയതായി ജോലിയിൽ നിയമിതരാകുന്നവർക്ക് ട്രെയിനിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും കോർപ്പറേറ്റ് ശൈലിയിൽ പ്രവർത്തിക്കാൻ ഉദ്യോഗാർത്ഥികളെ പാകപ്പെടുത്തുന്നു. പ്രൊഫഷണലി യോഗ്യത നേടിയ ഒരു ഇന്ത്യക്കാരന്റെ സ്വപ്നമാണ് TCSലെ ജീവനക്കാരനാകുക എന്നത്. കേരളത്തിൽ TCSനെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റും ഡെലിവറി സെന്റർ ഹെഡുമായ ദിനേശ് P. തമ്പിയാണ്. പുതുമകളാണ് എല്ലായിടത്തും. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇന്ന് കേരളം പലരും തെരഞ്ഞെടുക്കുന്ന ഒരു IT മേഖലയായി. നഗരങ്ങളുടെ തിരക്കിൽ സർവ്വതാ മുഷിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറി വിദേശിയെയും സ്വദേശിയെയും ഒരുപോലെ ആകർഷിക്കും വിധത്തിൽ ഇന്ന് കേരളത്തിലെ IT പാർക്കുകൾ മാറിക്കഴിഞ്ഞു. 90കളിൽ സ്വീകരിച്ച ആതിഥ്യ മര്യാദയും തൊഴിൽ സാഹചര്യങ്ങളും വർഷങ്ങൾ കഴിയുന്തോറും പകിട്ടാർജിച്ചു എന്നതിന് തെളിവാണ് TCS. കേരളത്തിൽ അവരുടെ ശൃംഖല വികസിപ്പിച്ച ട്രെയിനിംഗ് സെന്റർ, ഡെലിവറി സെന്റർ എന്നിവ മാത്രമല്ല ഉള്ളത്. ഇൻഫോ പാർക്കിൽ സെസിന്റെ 15 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അവർ സ്വന്തം കെട്ടിടം നിർമ്മിച്ചിട്ടുമുണ്ട്. TCSന്റെ തിരുവനന്തപുരം ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത് കേവലം ഒരു ട്രെയിനിംഗ് സെന്റർ പോലെയല്ല, മറിച്ച് ഒരു കോർപ്പറേറ്റ് ഓഫീസ് അന്തരീക്ഷം തന്നെ ഒരുക്കിയിരിക്കുന്നു. മുന്നേറ്റത്തിന്റെ മഹിമകൾ മാത്രം എന്നും അവകാശപ്പെടാൻ കഴിയുന്ന TCS വാർത്തെടുക്കുന്ന ട്രെയിനികൾ ട്രെയിനിംഗ് പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ മികച്ച തൊഴിലാളി എന്നതിലുപരി നല്ലൊരു ഭാരതീയൻ എന്ന നിലയിലും മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്തെ TCS ശാഖ മാറ്റി നിർത്തിയാൽ കൊച്ചി ഇൻഫോ പാർക്കിലും സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ TCS അവരുടെ കോർപ്പറേറ്റ് ഓഫീസും രൂപീകരിച്ചു വരുന്നു. ഇവർക്കെല്ലാം തന്നെ കേരള സർക്കാരിൻ്റെ IT നയങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യവസായ സാഹചര്യങ്ങളെക്കുറിച്ചും നല്ലത് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ ഒരു IT ഫ്യൂച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ദ സ്കിൽ അവൈലബിലിറ്റി ഈസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ ഇവിടെ 2005 വന്നതാണ്. ആ ഒരു ഇനീഷ്യൽ 2-3 വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ പലരും ഇങ്ങോട്ട് വരാൻ ഒരു പ്രയാസം കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഇവിടുത്തെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സപ്പോർട്ട്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് തന്നെ അറിയാം. ബാക്കി ഏത് മേജർ സിറ്റീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സിറ്റിയിൽ ആ ഒരു ട്രാഫിക് കൺജൻഷൻ കുറവാണ്. അതുപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് തന്നെ അറിയാം TCSനുള്ളിലും അത് കൂടാതെ തന്നെ TCSന് വെളിയിലുള്ളവരും പലരും മലയാളീസ് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. ഇൻഫാക്റ്റ് പുതിയ ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ TCS as an ഓർഗനൈസേഷൻ ബീയിങ് പാർട്ട് ഓഫ് ദ ടാറ്റ ഗ്രൂപ്പ് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്. ഞങ്ങളുടെ എംപ്ലോയീസ് തന്നെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഈ ജാഗ്രത എന്ന് പറഞ്ഞ് ഇവിടുത്തെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അത് ബേസിക്കലി റെസ്പോൺസിബിൾ യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. 8ലെയും 9ലെയും 10ലെയും കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് എങ്ങനെ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ സെഷൻസ് ഓൾമോസ്റ്റ് ഒരു 101 ഗവൺമെൻറ് സ്കൂളിലും 175 എയ്ഡഡ് സ്കൂളിൽ ഞങ്ങൾ സെഷൻസ് എടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും. അങ്ങനെ ഓവറോൾ ബീയിങ് ഇൻ ദിസ് പ്ലേസ് ഞങ്ങൾ ആ ഒരു ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ നേഷൻ ബിൽഡിംഗ്. ICT അക്കാഡമി ഓഫ് കേരള, നമ്മുടെ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവരുമായിട്ടെല്ലാം സഹകരിച്ച് ഒത്തിരി പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ കേരള. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു ഗ്രോത്താണ് ഞങ്ങൾക്ക് കാണുന്നത്. ഇൻഫാക്റ്റ് ട്രിവാൻഡ്രത്തും ഞങ്ങളുടെ ഡെലിവറി സെൻറ്റർ ഇപ്പോൾ ഓൾമോസ്റ്റ് 4500 കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് വി ആർ സീയിങ് വെരി ഗുഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഫ്രം ദാറ്റ് സ്റ്റാൻഡ് പോയിൻ്റ് ഓൾസോ.
currently the advice to the current generation is they should be very flexible and able to adapt, and also the technology ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി മാത്രമല്ല ആ ഒരു ബിസിനസ് മോഡൽസും മൂവ് ചെയ്യുന്നുണ്ട്. സോ ദേ ഷുഡ് നർച്ചർ ദി ഹാബിറ്റ് ഓഫ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. ഫ്രം ദി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പോൾ ഈ പ്രൊഫഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 25 വർഷത്തിൽ കൂടുതലായി. കറൻ്റ്ലി ദ അഡ്വൈസ് ടു ദ കറണ്ട് ജനറേഷൻ ഈസ് ദേ ഷുഡ് ബി വെരി ഫ്ലെക്സിബിൾ ആൻഡ് ഏബിൾ ടു അഡാപ്റ്റ്, ആൻഡ് ഓൾസോ ദ ടെക്നോളജി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി മാത്രമല്ല ആ ഒരു ബിസിനസ് മോഡൽസും മൂവ് ചെയ്യുന്നുണ്ട്. സോ ദേ ഷുഡ് നർച്ചർ ദി ഹാബിറ്റ് ഓഫ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. അതാണ് അതിൻ്റെ ഏറ്റവും കീ. അപ്പോൾ ഏത് ടെക്നോളജി വന്നാലും പെട്ടെന്ന് പഠിച്ചെടുത്ത്, അതുപോലെ തന്നെ ആ ഒരു തിങ്കിങ്, പഴയ ആ ഒരു ട്രഡീഷണൽ മെക്കാനിസത്തിലുള്ള ആ ഒരു തിങ്കിങ് പറ്റത്തില്ല. ഇനിയുള്ള പുതിയ ജോബ് പ്രൊഫൈൽസും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഓർ ഇന്നവേറ്റീവ്, അതിനും നമ്മുടെ സർക്കാർ, നാസ്കോം ഇവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രം എ സ്റ്റാർട്ടപ്പ് വില്ലേജ്